കഷ്ടം. 1/2 മണിക്കൂറായി സിനിമയ്ക്ക് പോകാന്നും പറഞ്ഞിട്ട് കൂട്ടുകാരനൊന്നും പറഞ്ഞു നടക്കുന്നു ഇവനൊക്കെ. എന്നെ തൊട്ട് അറിയത്തില്ലെന്നെ. ആ ഡ്രസ്സിൽ പണ്ടാരം അടങ്ങാനായിട്ട് ഇങ്ങനെ ഉണ്ടോ മനുഷ്യർ? നേരത്തെ ഇട്ടതായിരുന്നു കറക്റ്റ്. ഇത് എന്തോ പോലായി ചെയ്തപ്പോൾ ആ കഷണ്ടിയും ഡ്രസ്സുമായിട്ട് മാച്ച് ആവണില്ല. അതെന്ന് തോന്നുന്നു. എന്തൊരു കഷ്ടമെന്ന് പറയുന്നത്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞു. ഇതാകുമ്പോ കുഴപ്പമില്ല. അത് ഇതൊന്നും മനസ്സിലാവില്ലല്ലോ. ഇതെന്താ സംഭവം? കണ്ണാടിയും കൂടെ എടുത്തു പോയി. എന്നിട്ട് ഏതെങ്കിലും AC ഹോട്ടലിൽ ചെന്ന് റൂം ചോദിക്കും, തരും. എന്നാ മനുഷ്യനത്? ഇനി ഈ ഡ്രസ് എടുത്തിട്ട് അഡ്രസ് എനിക്ക് തരുമോ? പോടോന്ന് പോയേ. ശരിയല്ല. ബസ് പോകല്ലേ, ബസ് പോകല്ലേ. ബസ് അങ്ങടാണ് പോണേ. ചേട്ടാ 9 ബസ് പോയോ? ഇല്ല, പോയില്ല. അയ്യോ 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 അയ്യോ, എന്തേലും അഴിച്ചിട്ടുണ്ടെന്നുണ്ട്. തൊട്ടപ്പുറത്ത് കംഫർട്ടേഷൻ ഉണ്ട്, അങ്ങടിയല്ലേ. ഒരു പാറ്റ. സോറി. ആണാ? നല്ല മനുഷ്യനാ, കുഴപ്പമില്ല. നാശം വിളിക്കുന്നുണ്ട് ദൈവമേ. സാറേ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി സാറേ. സാറേ വന്നോണ്ടിരിക്കുക. അയ്യോ ഇനി ബസ്സും വരുന്നില്ലോ. സാറേ ഞാൻ ആ ഫയൽ ഇപ്പം തന്നെ നോക്കി പറയാം സാറേ. സാറേ 1 മിനിറ്റ് സാറേ, ഞാൻ ഇപ്പം തന്നെ നോക്കി പറയാം. ദൈവമേ സാറേ 1 മിനിറ്റ്. ബസ് വന്ന് 9:00 ബസ് വന്ന്. അയ്യോ ചെല്ല്. അയ്യോ ഫോൺ. പുള്ളി കയറി പോയാ. ഫോണും മറന്നു വെച്ചിട്ട് പോയല്ലോ പുള്ളി. കൊള്ളാല, കിട്ടില്ല ഫോണാണ് കേട്ടാ. വരുമ്പോ കൊടുത്തേക്കാ. ഇതിനാ വെച്ചേക്കണേ. ഓ വൈബ്രേഷൻ ഇട്ടിരിക്കുക. ആരാ വിളിക്കണേ? ഹലോ 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 ഹലോ. നീ എന്താടാ ഇതുവരെ ഫോൺ എടുക്കാതിരുന്നത് ഞാൻ വിളിച്ചിട്ട്? അയ്യോ ഞാനല്ല, ഇത് വേറെ. നീ ഒന്നും മിണ്ടണ്ട. ഞാൻ എത്ര തവണ വിളിച്ചു, പല നമ്പറിൽ നിന്ന് മാറി മാറി വിളിച്ചു. നീ എന്താ ഫോൺ എടുക്കാതിരുന്നേ? അതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള്. നീ ഒന്നും പറയണ്ടാന്ന്. നിന്റെ വാക്ക് വിശ്വസിച്ച് വീട്ടിൽ നിന്ന് ബാഗ് ഒക്കെ എടുത്ത് ഒളിച്ചോടാൻ തയ്യാറായി ഞാൻ വരും അങ്ങോട്ട്. ഒളിച്ചോട്ട കേസല്ലേ? പറ. അതെ, നീ എവിടെ നിക്കുന്നേ? ഞാനിപ്പോ തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ്. തൃപ്പൂണിത്തുറ എറണാകുളത്തല്ലേ ഇത്? അതെ, എറണാകുളത്ത്. ഓക്കെ, നീ അവിടെ തന്നെ നിന്നോട്ടാ. കാരണം നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, ഫോണിൽ കൂടെയുള്ള പരിചയം. കേട്ടില്ല. അല്ല, നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. നേരിട്ട് കണ്ടിട്ടില്ലേ? ഹലോ, അതിന് പറഞ്ഞോ. അതെ, ഞാൻ ചേർത്തലെത്തി. ചേർത്തലെത്തിയാ? അപ്പൊ ഇനി ഒരു 1/2 മണിക്കൂർ മതിയല്ലേ ഇവിടെ വരാൻ? അതെ അതെ അതെ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാട്ടാ. അവിടെ തന്നെ വെയിറ്റ് ചെയ്യണേ. ഓക്കേടാ മുത്തേ. ഓക്കേടാ മുത്തേ. ഉമ്മ. എങ്ങനെ? ഉമ്മ. അയ്യോ, ഇതെന്താ ഇത്? അത് കണ്ടിട്ടില്ല. ഭയങ്കര ഭാഗ്യം തന്നെ കേട്ടാ. കൊടുക്കൂല പോരേ. ഇനി ആരാ? ഹലോ ഹലോ ഹലോ, ഇതാരാണിത്? ഇത് ഞാനാ. ഇതാരാ? എന്റെ ഫോണാ തന്നെ ഇരിക്കുന്നത്. തന്റെ ഫോൺ എങ്ങനെ? എന്റെ ഫോണല്ലേ എന്റെ ഇരിക്കുന്നത്. താനാരാ? ഇവിടെ കുറച്ചു മുമ്പ് എന്റെ കയ്യിൽ നിന്ന് ഫോണൊന്ന് മിസ്സായെന്നേ. ആണോ? താൻ എവിടെ നിൽക്കും? ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ അങ്ങ് പോയി ദൂരെ. ഇത് എന്റെ ഫോണുമായിട്ട് ഞാൻ പോകുന്നു. എടോ അതെ, താൻ ആ ഫോൺ വന്നില്ലെങ്കിലുണ്ടോ ഞാൻ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ചെയ്യും. സൈബർ സെല്ലിൽ? എന്റെ അമ്മേ, സിമ്മൂരിയേക്കാം. ഇവനെയൊക്കെ കൊണ്ട് വലിയ. പിന്നെ ആ പെണ്ണ് വിളിക്കണല്ലോ. ഹലോ ഹലോ. അതെ, തൃപ്പൂണിത്തുറ തന്നെ നിക്കില്ലേ?
തൃപ്പൂണിത്തുറ സ്റ്റാൻഡിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു കുഞ്ഞ് ബസ് സ്റ്റോപ്പ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ ഇരിക്കുവാ ഞാൻ. നിന്നെ വെയിറ്റ്. അതെ, എനിക്ക് പരിചയമില്ലാത്ത സ്ഥലമാണേ. കുഴപ്പമില്ല. നിന്നെ വിശ്വസിച്ചല്ലേ ഞാൻ ഇറങ്ങി വന്നത്. ധൈര്യമായിട്ട് പോരും. ഞാൻ ഇവിടെ എത്ര സമയം വെയിറ്റ് ചെയ്യില്ലേ. അതെ, നീ കാണാൻ എങ്ങനെയാ? കാണാൻ ഒറ്റ നോട്ടത്തിൽ സുന്ദരനാ. ആഹാ. പിന്നെ കൊറേ നേരം നോക്കി നിൽക്കരുത്. എന്തേലുമൊക്കെ തെറ്റും കുറ്റമൊക്കെ കാണും. അതൊന്നും സാരമില്ല, അതൊക്കെ ഞാൻ സഹിച്ചു. ആണാ? കുഴപ്പമില്ല. ഓക്കെ ധൈര്യമായിട്ട് വാ. ഓക്കേടാ. പിന്നെ അയ്യോ വെക്കല്ലേ. നേരത്തെ തന്നില്ലേ ഒരു സാധനം, ഒന്നുകൂടെ തരുമോ? അതെന്താ? മറ്റേ അമ്മ. ഉമ്മേ. അയ്യോ, അമ്മയില്ല, ഞാൻ ഒറ്റയ്ക്കാ. അമ്മയല്ല, മറ്റേ ഉമ്മ. ഒരെണ്ണം തരൂ. ഓക്കെ ഉമ്മ. ഓക്കെ. അയ്യോ, ഞാനിത് ഇവളെ കൊണ്ട് പോകുമ്പോഴേ അവിടെ ആരാടാ ഇരിക്കണം? അങ്ങോട്ട് നോക്കിക്കോട്ടെ. ഫോണുണ്ടോ അതിന്റെ അടുത്ത്? എന്റെ സ്വന്തം ഫോണാ എന്റെ കയ്യിൽ. പിന്നെ വല്ലവരുടെ ഫോണും കൊണ്ട് ആരെങ്കിലും ഇവിടെ വന്നിരിക്കും? വല്ലവരുടെ ഒരുത്തന്റെ ഫോൺ വേറെ എന്റെ കയ്യിൽ ഇല്ല. നിന്റെ അടുത്ത് ഫോൺ ഉണ്ടാന്നാ ചോദിച്ചത്. ഫോണുണ്ട്. എന്ത്? എനിക്കൊരു കോൾ ചെയ്യാനാ. ഒന്ന് ചാർജ് ചെയ്ത് വെച്ചൂടെ? കയ്യിൽ ഫോണുണ്ട്. ഞാൻ ഫോൺ യൂസ് ചെയ്യാറില്ല. ആരുടെയെങ്കിലും ഒക്കെ ഫോൺ മേടിക്കും, അത്യാവശ്യത്തിന് വിളിക്കും. കൊറേ കോള് വരുന്ന, പെട്ടെന്ന് തരണേ. കുഴപ്പമില്ല. ഞാനേ PC പുഷ്കരൻ, പൂച്ചാക്കല പോലീസാ. പൂച്ചാട്ടിയല്ല, പൂച്ചാക്കല പോലീസ് സ്റ്റേഷനുള്ള ഈ പോലീസുകാരനായി എന്റെ ഭാര്യയെ ആരൊക്കെയോ രാത്രി വിളിക്കുന്നു. അവളാണെങ്കിൽ നമ്പരാർക്ക് കൊടുത്തിട്ടുമില്ല. നിരന്തരം വിളി. ഇത് ആരാണെന്നൊന്നും അറിയണമല്ലോ. അതിനോട്ട് ശ്രമത്തില്ല. ഞാൻ വിളിക്കട്ടെ. ഹലോ, ബിസിയാ? വിളിക്കും, ഇങ്ങോട്ട് വിളിക്കും. പക്ഷെ അവള് നമ്പർ കൊടുക്കാനുള്ള നമ്പർ എങ്ങനെയോ സ്പ്രെഡ് ആവുന്നുണ്ട്. ആണോ? ഇതാണ് ഭാര്യയുടെ നമ്പർ? ഭാര്യയുടെ നമ്പരാ. അപ്പൊ പിന്നെ എങ്ങനെ അത് ബിസി ആവണേ? അതറിയില്ല. ഞാൻ പലരുടെ ഫോണിൽ നിന്ന് ഇങ്ങനെ വിളിക്കും, പക്ഷെ അവൾ ആരൊക്കെ രാത്രി വിളിക്കുന്നുണ്ട്. ചുമ്മാതല്ല. എന്തോ? ഒന്നുമില്ല. നീ എവിടെ പോയിരിക്കുക? എവിടെ പോയി? ഒരു ഫ്രണ്ട് വരാണ്ട് സിനിമയ്ക്ക് പോകാൻ. ഫ്രണ്ട് വന്ന ഉടനെ പോകും? ഉടനെ അധിക സമയം ഇരിക്കില്ല. ഇരിക്കൂല. അതെ, അധികം കുത്തല്ലേ. അവളെ ചിലപ്പോൾ വിളിക്കും. അപ്പൊ വിളിക്കുകയാണെങ്കിൽ ഒരു കോള് വന്നിട്ടത് അവളായിരിക്കും. അല്ല, അവളല്ല. അവളായിരിക്കും. ഇത് വേറെ. വേറെ ആരാ? വേറെ എന്റെ ലൈൻ. ആർക്ക് ലൈൻ വെച്ചിട്ട് പോകാൻ നിൽക്കണം? നിനക്ക് ലൈൻ? വിളി നടക്കട്ടെ. ലൈൻ തന്നെ സത്യമായിട്ട്. അയ്യോ, കട്ടായി. എന്തൊരു കഷ്ടമെന്ന് പറയുന്നത്. വരാൻ അല്പം ലേറ്റായി പോയി. ഞാനിങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴേ എന്റെ ഒരു ഫ്രണ്ട് അവന്റെ കല്യാണം വിളിക്കാൻ വന്നത്. പെട്ടെന്ന് വാ, നമുക്ക് വേഗം ചെന്നാലേ ടിക്കറ്റ് ഇട്ടുള്ളൂ. ഞാൻ വന്നില്ല. നീ അല്ലടാ സിനിമക്ക് പോവാന്ന് പറഞ്ഞ് രാവിലെ എന്നെ വിളിച്ചത്. എന്നിട്ട് ഞാനിവിടെ വന്നപ്പോ നീ വന്നില്ല. അതെന്ത് പോകരുത്? സിനിമ കൊള്ളൂലാന്ന് ഞാൻ ഇങ്ങനെ അറിഞ്ഞു. ആര് പറഞ്ഞു? നല്ല കിട്ടുന്ന സിനിമയാണ്. വാന്ന് നമുക്ക്. നീ പുതിയ ഫോണൊക്കെ എടുത്താ? ഇതെപ്പാ? നല്ല രാത്രി. എവിടാ ഇത് 10-25,000 രൂപ വില വരുന്ന ഫോണാണ്. നല്ല വിലയുള്ള അടിപൊളി സാധനമുള്ള. രാത്രി 10 പൈസക്ക് ഗതിയില്ലാത്ത നീ 25,000 രൂപയുടെ ഫോൺ എങ്ങനെയാ മേടിക്കുന്നത്? ഇന്നലെ രാത്രി എന്റെ അമ്മാവൻ ഗൾഫിൽ ഇമെയിൽ അയച്ചു. ഇമെയിലാ? ഫീമെയിൽ അല്ലേ? ഈ ഇമെയിലൊക്കെ എങ്ങനെയാ ഫോൺ അയച്ചു? നീ എന്ത് മണ്ടത്തരം പറയണത്? ഫാക്സ് വന്നതാ. സത്യം പറടാ, എവിടെന്നാ നീ ഫോൺ മോഷ്ടിച്ചത്? ഫോൺ ഞാൻ മോഷ്ടിച്ചൊന്നുമില്ല. ഇത് എന്റെ സ്വന്തം ഫോണാ. നിന്റെ സ്വന്തം ഫോണാ? ഇത്ര 25,000 രൂപയുടെ ഫോൺ നിനക്ക് എങ്ങനെയാ 10 പൈസ ഗതിയില്ലാത്തവന്? നീ ആരുടെയും പറയൂ. എന്താണ്? അതായത് ഞാൻ നേരത്തെ ഇവിടെ വന്നിരുന്നപ്പോഴേ ഒരാള് ഇവിടെ മറന്നു വെച്ചിട്ട് ബസ്സിൽ കയറി അങ്ങ് പോയി. മറന്നു വെച്ച് കിട്ടിയതാണാ? ഏറ്റവും വലിയ വിറ്റെന്താന്നറിയോ? എടാ, ഇതിനകത്തൊരു പെണ്ണ് വിളിച്ചു. ആ പെണ്ണ് എന്നെ ഈ ഫോൺ ചെയ്യണ ആളെ കണ്ടിട്ടില്ല. ഭയങ്കര ലൈനായടാ ഞാനുമായിട്ട്. പിന്നെ അവളെ വിളിച്ചോടെ പോകാൻ വേണ്ടി ബാഗായിട്ട് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ആ പെണ്ണ കൊള്ളാലോ, സെറ്റപ്പാണ്. അവള് വിളിക്കുന്നത് ആ പെണ്ണാണ്. ലൗഡ് സ്പീക്കർ. ലൗഡ് സ്പീക്കറാ? ലവ് അടിക്കുന്ന ആൾക്കാര് സ്പീക്കറിലൂടെ സംസാരിക്കുന്ന സ്പീക്കറാണ് ലൗഡ് സ്പീക്കർ. സാധനം ഇത് എങ്ങനെ കുത്ത്? ഹലോ ഹലോ. എടാ, ഞാൻ എറണാകുളം എത്തി. എറണാകുളം എത്തിയാ? അവിടെ നേരെ തൃപ്പൂണിത്തുറ ബസ്സിൽ കയറിയിട്ട് വന്നാ മതി. നീ അവിടെ തന്നെ ഉണ്ടാവൂലേ? ഞാൻ ഇവിടെ തന്നെ ഇരിക്കുക, നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ കേട്ടോടെ മറ്റേ ആ സംഭവം തരുമോ? ആദ്യം ഞാൻ 2 പ്രാവശ്യം പറഞ്ഞായിരുന്നു, മേടിച്ചായിരുന്നു. എന്താ മറ്റേ ഒരു ഉമ്മ തരുമോ? എന്താണ് ഇത്? ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുമ്പോ ഞാൻ തരാറുണ്ടല്ലോ. നമ്മൾ നേരിട്ട് കാണാൻ പോവല്ലേ? നേരിട്ട് കാണുമ്പോ എത്ര വേണേലും ഞാൻ തരാലോ. നേരിട്ട് കണ്ടാ ചിലപ്പോ തരൂല. എന്നാലും ഒരെണ്ണം തന്നേക്ക്. എന്നാലും ഒറ്റക്കൊരെണ്ണം ഇനി ചോദിക്കരുത്. ഇല്ല. നീ എന്താ ആ ഉമ്മയുടെ സൈഡ് എഫക്റ്റ് അതാണ്. ഇതെന്താ
ഈ നമ്പർ ഇതാണ് വിളിച്ചത്. ഈ നമ്പർ പോടാ. എടാ ഒന്ന് താടാ. ഇല്ലല്ല. ഞാൻ ഒന്ന് കണ്ടടാ. ദേടാ, അത് വേറൊരാള് വിളിക്കണം, നിക്കേ. ഇതാരാണത്? സ്പീക്കറിലുണ്ട്. ആ എന്താ ഹലോ. ഹലോ, ആ ഹലോ. ഞാൻ കുറച്ചു മുമ്പ് വിളിച്ച ആളാ, ഫോണിന്റെ ഓണറാ. ഫോണിന്റെ എന്താ ഇവിടെ ഫോണിന്റെ നമ്പർ എത്രയാ താണെന്ന് പറഞ്ഞേ? താൻ പറഞ്ഞേ. 9946327790. അറിയാലോ, അത് തന്നെ നമ്പർ. അതെന്റെ ഫോണാണത്. ആ ഫോൺ മര്യാദക്ക് തിരിച്ചു തരണം. തന്നില്ലേ നീ എന്തോയി? തന്നില്ല ഞാൻ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുക്കും. കൊടുക്കും പറഞ്ഞല്ലേ എന്തേ? ചേട്ടാ ഇത് വിഷയമാണ്. അവൻ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ അകത്ത് പോകും. 25,000 രൂപയുടെ ഫോണിന് വേണ്ടി 25 കൊല്ലം നീ ജയിലിൽ കിടക്കേണ്ടി വരും. പുറലോകം കാണാൻ പറ്റൂല മോനെ. അപ്പൊ മറ്റേ പെണ്ണ അവള് പോരില്ലേ? അതിനെ മറന്നേക്ക് നീ, അതാണ് നല്ലത്. അതിപ്പോ എന്ത് ചെയ്യും? നിനക്ക് ജീവിതമാണോ വേണ്ടത് അല്ലെങ്കിൽ ആ പെണ്ണാണോ? അതാ പോലീസൊക്കെ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാ നീ എടുത്തത് എവിടെയെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവച്ചോ. ഞാൻ ഇവിടെ ആയിരുന്നു എടുത്തത്. അവിടെ വെച്ചോ. അവിടെ വെച്ചോ. എന്നിട്ട് വിട്ടു പോവാ. അവനിപ്പോ വരും, പോലീസുകാരെ കൊണ്ട് വരും. അതെ, എനിക്ക് എന്റെ പെങ്ങളുടെ വീട് വരെ ഒന്ന് അത്യാവശ്യമായിട്ട് പോകാനുണ്ട്. ഈ ഒരു പണി ചെയ്തോ, വീട്ടിലോട്ട് വിട്ടോ. ആണോ? പുറത്തെങ്ങ് ഇറങ്ങാണ്ട് കണ്ട സിനിമക്കും പോകണ്ട കേട്ടാ. പൊക്കോ. പോലീസ് വീട്ടിലോട്ടൊന്നും അന്വേഷിച്ച് വരുമൊന്നുമില്ല. ഞാൻ നോക്കിക്കോളാം, വിട്ടോ നീ. ഞാൻ പെങ്ങളുടെ വീട്ടിൽ പോയിട്ട് പിന്നെ വരാം കേട്ടാ. തിരിഞ്ഞു നോക്കാണ്ട് പോയി നോക്കിക്കണേ, വിട്ടോ. എന്റെ പൊന്നെ മുത്തേ, ഇന്ന് ഞാൻ തകർക്കില്ല. ഇവിടെ നിന്ന് പള്ളുരുത്തിക്ക് എന്താ ബസ് ഫെയർ? പള്ളുരുത്തി പോകാൻ എന്താണ് ബസ് ഫെയർ? പള്ളുരുത്തിക്ക് 7:50. ഓട്ടോക്ക് എന്തായിരിക്കും ബസ് ഫെയർ? ഓട്ടോറിക്ഷക്ക് പോകാൻ എന്തായിരിക്കും ബസ് ഫെയർ? ഓട്ടോക്ക് ഒരു 45 രൂപ കൊടുക്കേണ്ടി വരും. 45 റുപ്പീസ്. ഒരു ഓട്ടോ സ്വന്തമായിട്ട് വാങ്ങിക്കാൻ എന്ത് ചെയ്യണം? എത്ര കാശാകും? ഒരു 1.5 ലക്ഷം രൂപ വേണ്ടി വരും. അപ്പൊ എനിക്ക് അത്യാവശ്യം പള്ളുരുത്തി പോകാനേ ഒരു ഓട്ടോ വാങ്ങിക്കാൻ ഒരു 1 ലക്ഷം രൂപ തരാം. ഞാനാ? എനിക്ക് 1 ലക്ഷം രൂപ ആവശ്യമുണ്ട് മാഷേ. എന്ത് എന്നോട് എല്ലാവരും കാര്യം ചെയ്യും. ഈ ഡ്രസ് ഞാൻ തരാം, ആ ഡ്രസ് എനിക്ക് തരില്ല. അപ്പൊ ഞാൻ ഫ്ലൈറ്റിന് പോക്കോളാം. പൈലറ്റ്, ഫ്ലൈറ്റിന് പോക്കോളാം ഞാൻ. അവളാ വിളിക്കുന്നത്. ഹലോ ഹലോ, ഹലോ. ഇതെന്താ നിന്റെ സൗണ്ട് വല്ലാണ്ടിരിക്കുന്നേ? ഇല്ല, എന്റെ സൗണ്ടിന് കുഴപ്പമൊന്നുമില്ല. അത് പെട്ടെന്ന് ടെൻഷൻ അടിച്ചപ്പോഴേ നീ അടുത്തെത്തിന്ന് പറഞ്ഞപ്പോ ഒരു ടെൻഷൻ. അതെ, ഞാൻ തൃപ്പൂണിത്തറ എത്തിട്ടാ. എത്തിയാ? എത്തി. തൊട്ടിപ്പുറം കാണുന്ന ബസ് സ്റ്റോപ്പിലോട്ട് വരും. ഞാൻ അവിടെ ഉണ്ട്. അവിടെ നിപ്പുണ്ടാ? അവിടെ ഒറ്റയ്ക്ക് മാറിയിരുന്ന എന്നോട് ഇപ്പൊ ഫോണിൽ സംസാരിക്കുന്നത് നീയാണോ? എന്നെ കണ്ടാ? കണ്ട്. എന്നാ ഇങ്ങോട്ട് പോര്. ഓക്കെ, എന്നാ കട്ട് ചെയ്തോ. എന്റെ ദൈവമേ, കിടിലം പീസായിരിക്കണേ. ദൈവമേ, നീയാണോ 1 വർഷമായിട്ട് എന്നോട് ഫോണിൽ സംസാരിച്ചോണ്ടിരുന്ന ആള്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ ഇത്ര സുന്ദരനാണോ? താങ്ക് യു. വാ, കേറി പോരെ. വീട്ടുകാരൊക്കെ ആയിട്ടാണ് വന്നേക്കണത്? എല്ലാരും ഉണ്ട്. അങ്കിളാണ്. പോലീസാണ്. മനസ്സിലായി. നീയാണോ 1 വർഷമായിട്ട് ഇവളെ വിളിച്ചുകൊണ്ടിരിക്കണ? അതെ, ഞങ്ങള്. നീയാണല്ലേ? ഫോണിങ് നോക്കട്ടെ. എന്താ സാറേ? എന്തൊക്കെയാ ഈ പെൺകുട്ടിയെ വിളിച്ചു പറയണ? ഒരുമിച്ച് താമസിക്കാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയേക്കണല്ലേ? നീ ആര് വിളിച്ചു വരുത്തിയത്? നീയല്ലേ വിളിച്ചു വരുത്തിയത്? അല്ല, ഞങ്ങള് തമ്മിൽ പ്രേമണോ? ആ കുട്ടി ഞാൻ പറഞ്ഞു പ്രേമം. നീ ഒരു വാക്കും മിണ്ടരുതട്ടാ. നിനക്കിട്ട് ഒരു പണി തരാൻ വേണ്ടിട്ട് തന്നെയാടാ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തത് കേട്ടാ. അമ്പടാ, ഞാൻ എന്ത് കാണിച്ചിട്ടാ? നീ ഫോണിൽ നിന്ന് വിളിച്ചില്ലേടാ? ഇവിടെ വരാൻ പറഞ്ഞില്ലേ? ഒരു ജീവിതം കൊടുക്കാതെ ഉമ്മ ചോദിച്ചില്ലേടാ നീ? ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ, ഇതെന്റെ ഫോണല്ല. പിന്നെ ഇത് ചടിയാതല്ല. സത്യമായിട്ട് എന്റെ ഫോണല്ലേ സാറേ? ഫോണിൽ നിന്ന് വിളിച്ചപ്പോ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ നിന്റെ അല്ലല്ലേ? അല്ല സാറേ, എന്റെ ഫോൺ. അവിടെ നിക്കടാ. ഒന്നുമില്ലെന്നേ, ഈ ഫോൺ ഉപയോഗിച്ച് ഇപ്പം പെൺകുട്ടികളെ വിളിക്കാറുണ്ട്. ഈ കുട്ടി 1 വർഷമായിട്ട് വിളിച്ച് അനാവശ്യം പറയാ, എന്നിട്ട് വരിക, ഇറങ്ങി വരാൻ പറയാ, കൂടെ താമസിപ്പിക്കാന്ന് പറയാ. സത്യത്തിൽ എന്റെ ഫോണല്ലേ ഏട്ടാ? ഈ ഫോണിന്നാ? നിനക്ക് നാണ ഇല്ലടേ? കണ്ട പെണ്ണുങ്ങളെ രാത്രിയിലൊക്കെ വിളിച്ച് ശല്യം ചെയ്യാൻ. അങ്ങനെ പറഞ്ഞോട്. ഞാൻ പോകട്ടെ സാറേ? പൊക്കോ, സദാചാര പോലീസ് പൊക്കോട്ടെ. അയ്യോ മിണ്ടരുത്. സത്യമായിട്ട് എന്റെ ഫോൺ. നിന്റെ ഫോണല്ലെന്ന് പറഞ്ഞു. പോലീസും ഒന്നുമില്ലടോ. 1 കൊല്ലായിട്ട് ഈ ഫോണിൽ ഇവൻ ഈ പെൺകുട്ടിയെ വിളിക്കുക. ഇപ്പൊ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയൊക്കെ ഇവരുടെ കൂടെ ജീവിക്കുകയാന്ന് പറഞ്ഞ് വിളിച്ചു ഉമ്മ ചോദിക്കുന്നു. ഉമ്മ അവന് കൊടുക്കട്ടെ. ഇടി സുധി, നിന്റെ കയ്യിലിരുന്ന ഫോണില്ലടാ, അതുകൊണ്ട് ഞാൻ പറയടാ. ആരാടാ നീ പറയണ? നിനക്ക് കിട്ടിയതാന്ന് പറയടാ. പിന്നെ ഈ പെൺകുട്ടി പറയണ ഒരു പരിചയമില്ലാത്ത നിന്നെ കണ്ടല്ലോ. അടിയാ അമ്മയും പെങ്ങളെയും തിരിച്ചറിഞ്ഞൂടാത്ത പന്നി. സോറി. ഓക്കെ പൊക്കോ. മാന്യന്മാർ കണ്ടാടാ? മാന്യന്മാരെ ആടുകൾ താമസിക്കരുത്, വൃത്തിയായിട്ട് കാണിച്ചിട്ട് ഫോൺ ഞാൻ തല്ലി പിടിച്ചു കളയും. നീ ഒന്നും വിട്ടരുത്. കുട്ടി പൊക്കോ. ഈ കാര്യം ഞാൻ ഏറ്റു. പൊക്കോ. നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും. എന്ത് കാര്യത്തിലാണ്? എന്തിനാണെന്നാ? ഇപ്പോഴാണ് എനിക്കൊരു സത്യം മനസ്സിലായത്.
എന്റെ ഭാര്യയെ സ്ഥിരമായിട്ട് വിളിക്കുന്ന പൂവാലൻ നീ അല്ലേടാ? സത്യം.